സിനിമാ മോഹം എപ്പോഴാ ഉള്ളിൽ വരുന്നത്? സിനിമ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു ജഗദീഷ് ശ്രീകുമാർ. ആ. അല്ല ഞാൻ ഒരു 6 7 പഠിക്കുമ്പോൾ പുള്ളി പാസ്സായി. പുള്ളി എന്നിട്ട് ഓൾഡ് ബോയ്സ് ഡേക്ക് നാടകം അഭിനയിക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിയും കയ്യടിയും ബഹളവും ഞാനൊക്കെ കമന്ന് കൊണ്ട് ചിരിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ദൈവം എനിക്കിതുപോലെ ആവണം, ഇന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന കയ്യടിക്കുന്ന ഒരാളാവണം. അങ്ങനെയാണ് ഞാൻ ആദ്യം വേറെ 2 പേരും കൂടെ ചേർത്ത് കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100ൻ്റെ നോട്ട് കൊണ്ട് അതിൽ ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റൈലിൽ ചെയ്തു. ഭയങ്കര കയ്യടി. കൊള്ളാമല്ലോ, നമുക്കൊരു രോമാഞ്ചം. അതാണ് ആദ്യത്തെ സ്റ്റേജിൽ നിന്ന്. പിന്നെ അതിനുശേഷം ഞാൻ നാടകം അഭിനയിച്ചു, മോണോ ആക്ട് ചേർന്നു, മിമിക്രി ആയിരുന്നു. പിന്നെ അടുത്തൊരു 3 വർഷം കണ്ടിന്യൂസ് ബെസ്റ്റ് ആക്ടറായിരുന്നു. മോഡൽ സ്കൂളിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. അങ്ങനെ വന്നു. അപ്പോഴേ എനിക്ക് സിനിമ അഭിനയിക്കാൻ ആഗ്രഹം. അന്ന് ഞാൻ ചെമ്മീനൊക്കെ ഇറങ്ങിയ സമയത്ത് രാമുകാരി സാറിന് ഒരു കത്തയച്ചു ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം. അപ്പോൾ അന്ന് പോസ്റ്റ് കാർഡിലാണ് ഗ്രീൻ ഇങ്ക് കൊണ്ട് പുള്ളി എഴുതിയാണ്, പ്രിയപ്പെട്ട സുധീർ കുമാറിന് നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് ധരിക്കരുത്, കഴിവുണ്ടെങ്കിൽ എന്നായാലും കലാകാരനാകും, തൽക്കാലം പഠിത്തത്തിൽ ശ്രദ്ധ വയ്ക്കുക, സ്നേഹപൂർവ്വം രാമുകാരിയായിട്ട്. അപ്പോൾ ഈ കത്ത് വന്നപ്പോഴത്തേക്കും അത് മോഡൽ സ്കൂൾ അഡ്രസ്സിലാവുന്നത്. അങ്ങനെ ഈ അഡ്രസ്സിൽ വരുന്ന ഈ കത്ത് കാണാം. അന്ന് ഞാൻ 7 6 പഠിക്കുന്നു. ഈ കത്ത് ഹെഡ് മാസ്റ്റർ റൂം വരെ പോവുകയാണ്. എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുന്നു. ക്ലാസ് റൂമിൽ ചെന്ന് എല്ലാവരും വായിക്കുന്നു. രാമുകാരിൻ്റെ കത്ത് സുധീർ കുമാറിന് വന്നതാണ്. രാമുകാരൻ ആരാ ആ കാലത്ത്? ചെമ്മീൻ 8 സ്വർണ്ണ മെഡൽ നേടിയ പടത്തിൻ്റെ പേര് അങ്ങനെയാണ്. പക്ഷേ രാമുകാരൻ്റെ പടത്തിൽ നിന്ന് അഭിനയിക്കാൻ പറ്റില്ല. ഞാനൊക്കെ സിനിമയിൽ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു മോഹം വന്നത്.